മഴ ഞാനൊന്നും എന്തെങ്കിലും ചെയ്തോട്ടെ, അതിന് നിനക്കെന്താ? ഇപ്പഴും വെച്ചാണോ ഇതൊക്കെ ചെയ്യുന്നത്? പോടുന്നു പോ. എന്താ ബഹളം? ആ വിജയം വെള്ളം അടിച്ചിട്ട് വന്നിട്ട് അവന്റെ ഭാര്യ തല്ലുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. ഓ, ആ രമയുടെ ഒരു അവസ്ഥ. ഇതൊന്നും കണ്ട് പഠിച്ചേക്കരുത് കേട്ടാ. എപ്പോഴും ഇതുപോലെ സ്നേഹിച്ചിങ്ങനെ നിന്നോണം. വിജയന് ലഹരി മദ്യമാണ്, പക്ഷേ എനിക്ക് ലഹരി എന്റെ ഭാര്യയാണ്. അതെനിക്കറിയാം, എപ്പോഴും അങ്ങനെ തന്നെ വേണം. അത്രയൊക്കെ ഉണ്ടാവുള്ളു. അതെ, ഇവിടെ എന്തോ ഇരിക്കണല്ലോ, മുടി ഓവറാണെന്ന്. ഓ, ഒന്നും സ്നേഹിക്കാനും പറ്റൂല, അപ്പോഴേക്കും കോള് വരും. പിന്നെ സ്നേഹിച്ചാ മതി, പോ. ഹലോ ഹലോ, ആ രഞ്ജിത്ത്. ഇഞ്ചി വിത്തോ? സുഹൃത്തെ, ഞാൻ കർഷകനല്ല, പിന്നെ എന്തിനാണ് ഇഞ്ചി വിത്തുമായിട്ട് എന്നെ വിളിക്കുന്നത്? നീ കർഷകനല്ല, പക്ഷെ നീ വിളവറക്കുന്നത് എന്റെ ഭാര്യയുടെ അടുത്താണ്. സുസ്മിതയുടെ ഭർത്താവാണോ? ഓ, അപ്പൊ നിനക്ക് എന്നെ അറിയാം. എടാ, നീ എന്റെ ഭാര്യയ്ക്ക് വാട്സാപ്പിൽ അയച്ച മെസ്സേജ് മുഴുവൻ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല ഏട്ടാ, ഞാനേ സുസ്മിതനെ എന്റെ പെങ്ങളായിട്ടാണ് കാണുന്നത്. ഇന്നലെ രാത്രി നീ പെങ്ങൾക്ക് അയച്ച 2 ഉമ്മയുണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിലാണ് കിട്ടിയത്. അതുമായിട്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തിന്? നിന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എനിക്കത് നിനക്ക് തരാൻ. ഉമ്മയാ? ഇതിപ്പോ കൊളമായല്ലോ. ആ പണ്ടാർക്കാലിന് ഇങ്ങോട്ട് വരൂല. ഞാൻ ഇനിയിപ്പോ ഇവളോട് ഒന്നുമില്ല, വേറെ ഒന്നുമില്ലാഞ്ഞിട്ടാണ് ലേബർ റൂമിൽ ഭാര്യനെ കേട്ടിട്ട് ഭർത്താവ് അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കണ പോലെ നടക്കുന്നത്. കലയും ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, അത്ര തന്നെ. ഏതാന്നേ കല? കല ഏതാന്ന്? കലാരാ? സത്യം പറ, കലാരാന്ന്? ഞാനൊരു കലാകാരനാണല്ലോ, അപ്പോ കലാജീവിതവും ഓഫീസ് ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ചേട്ടൻ ഇപ്പൊ ഒരു ഓഫീസിലെ MD ആവണോ അതോ ഒരു നാടകത്തിലെ തെണ്ടി ആവണോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ ഉറപ്പായിട്ട് നാടകത്തിലെ തെണ്ടി ആവുള്ളൂ. അത് ഈ മന്ദൂര് നല്ല പോലെ അറിയാം. അതുകൊണ്ട് പറ, എന്താ കാര്യം? എന്താന്ന് എന്നോട് പറയും. മനസ്സമാധാനമായിട്ട് അഭിനയിച്ച് ജീവിക്കാനായിട്ട് ഒരുത്തരും സമ്മതിക്കില്ലെന്നേ. ആരാ സമ്മതിക്കാത്തത്? എടീ, ഞങ്ങളിപ്പോ ഓഫീസിൽ കളിക്കുന്ന പുതിയ നാടകമില്ലേ, അതിനകത്ത് എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതമായിട്ട് നടക്കുന്ന ഒരു ഭർത്താവാണ്. പുള്ളിക്കൊരു അവിഹിത ബന്ധമുണ്ട്. അപ്പോ നമ്മുടെ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിൽ വില്ലന്റെ വേഷം ചെയ്യാൻ വേണ്ടിട്ട്, ഗുണ്ടയായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പുള്ളി നമ്മുടെ മട്ടാഞ്ചേരിയിൽ കുറെ കൊട്ടേഷൻകാരുടെ കൂടെ പോയി ജീവിച്ചില്ലേ, എന്നിട്ടാണ് അത് പഠിച്ചത്. ചേട്ടന് മട്ടാഞ്ചേരി പോണോ? പിന്നെന്താ? ഞാൻ പറയട്ടെ, അപ്പൊ ഈ അവിഹിതം എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എന്റെ ഓഫീസിലെ സ്റ്റാഫായ സുസ്മിതക്ക് ഞാൻ 2 മെസ്സേജ് അയച്ചു. എന്റെ ദൈവമേ, എന്റെ ഭർത്താവ് പഴച്ചുപോയി. അല്ല, ഞാൻ അങ്ങനെ ഒരു പിഴയില്ല. ഞാൻ പറയട്ടെ, എടി, അവിഹിതം എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ നിഷ്കളങ്കനായ ഭർത്താവല്ലേ. അപ്പൊ ഈ അവിഹിതം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി സുസ്മിതയോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. 2 മെസ്സേജ് ഞാൻ അയക്കുവേ ഫോണിലേക്ക്, നീ അത് മൈൻഡ് ചെയ്യണ്ട, അങ്ങനെ അയച്ചതാണ്. പക്ഷെ കഷ്ടകാലത്തിന് ഈ മെസ്സേജ് അവളുടെ ഭർത്താവിന്റെ കയ്യിലാണ് കിട്ടിയത്. അവനിപ്പൊ കുന്തം കുറുവടിയൊക്കെ ആയിട്ട് എന്നെ തല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ചേട്ടനാളെ പേടിയാണോ? എനിക്ക് അവനെ പേടിയൊന്നുമില്ല, പക്ഷെ നമ്മള് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. അവൻ വരുമ്പോ നീ പറയണം എന്റെ ചേട്ടൻ അഭിനയിച്ചതാണ് എന്നൊന്നും നീ ഇപ്പൊ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ ദൈവമേ, ഈ ഒരു നിസ്സാര കാര്യത്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചത്. അയാളെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. ചേട്ടൻ ടെൻഷൻ അടിക്കരുത്. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ദൈവമേ, ഇങ്ങനെ ടെൻഷൻ പിന്നൊന്നും ചുളുക്കരുത്. നമുക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ളതാ. അതെ, നീ എനിക്കൊരു ജ്യൂസ് എടുക്കാം. മുസംബി ജ്യൂസ് മതി. പേടിച്ചുപോയി. അങ്ങനെ ഇവളുടെ കാര്യം ഓക്കെ. ഇനി ആ കുരിശിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും ദൈവമേ? രഞ്ജിത്ത്, മനസ്സിലായി. ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു ഇവിടെ. അണലി ബിജു, മൂർഖം വാസു, നീർക്കോലി സുനി, ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. ഈ പാമ്പുകളെ പിടിക്കുന്ന വാവാ സുരേഷ് ഇല്ലേ, എന്റെ മെയിൻ കൂട്ടുകാരനാണ്. ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ല, ഈ 3 പാമ്പിനെ പിടിച്ച് അവൻ കാട് കടത്തും. പിന്നെ നീ കൂട്ടുകാരില്ലാണ്ട് നാട്ടിൽ ഒറ്റപ്പെട്ട് കിടന്ന് ദണ്ണിക്കേണ്ടി വരും. നീ നാട്ടുകാരനല്ലേ? എന്തേ ഇന്ന് ഈ ജംഗ്ഷനിൽ വന്ന് തിരക്കിട്ട് നിന്റെ വീട് ഒരു മനുഷ്യൻ അറിയത്തില്ലല്ലോ. അയ്യോ, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട് ജംഗ്ഷനിലേക്ക് എടുത്തോണ്ട് വന്നിട്ട് നിന്നെ അവിടെ കാത്തുനിന്നായിരുന്നല്ലടാ. നിന്റെ അടവൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ലേ? ബാങ്കിൽ നിന്ന് തന്നെയാണാ? എന്താ അങ്ങനെ പറഞ്ഞു? അല്ല, അടവിന്റെ കാര്യം പറഞ്ഞു. കോമഡിയൊന്നും വേണ്ട. ഭർത്താവ് ആരാ മനസ്സിലായില്ലല്ലോ. ഈ നിൽക്കണം നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ, രാത്രി 12 മണി ആയപ്പോഴത്തേക്ക് എന്റെ ഭാര്യയുടെ മൊബൈലിലേക്ക് അശ്ലീല മെസ്സേജ് അയച്ചു.
ഇതിനിങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നേ? എന്റെ പൊന്നെ, ഇതറിയുന്ന ഒരു ഭാര്യ ഇങ്ങനല്ല റിയാക്ട് ചെയ്യുന്നത്. അവരാണെങ്കിൽ ദേഷ്യപ്പെട്ട് അടുക്കളയോട്ട് എന്ന് എല്ലാം തല്ലി തകർക്കും, പൊട്ടിത്തെറിക്കും. എടാ പൊട്ടിത്തെറിക്കാൻ ഇവളെന്താ ചൈനീസ് പടക്കോ? ഇതൊന്ന് ചുമ്മാ ഇല്ലടാ. എടാ എന്റെ ഭാര്യക്ക് എന്നെ ഭയങ്കര വിശ്വാസോടാ. എന്റെ പൊന്നേട്ടാ, ഇവരുടെ ഓഫീസിൽ ഒരു നാടകം കളിക്കുന്നുണ്ട്. അതിന്റെ റിഹേഴ്സലിന്റെ ഭാഗമായിട്ട് എന്റെ ചേട്ടന്റെ ക്യാരക്ടർ ചേട്ടന്റെ ഭാര്യയുടെ ക്യാരക്ടറിന് അയച്ചൊരു മെസ്സേജാണ് ചേട്ടൻ കണ്ടത്. അത്രേ ഉള്ളൂ പ്രശ്നം. അതുമല്ല, ആ ഇവന്റെ ഭാര്യയെ ഞാൻ എന്റെ സിസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. കണ്ടാ എടാ ഏത് സിസ്റ്ററിനെയാടാ രാത്രി സെക്കൻഡ് ഷോയ്ക്ക് ഈ അന്യഭാഷ ചിത്രം കാണാൻ കോർണർ സീറ്റ് ബുക്ക് ചെയ്ത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോപ്കോൺ കൈമാറുന്നത് ഒരു കൂട്ടുകാരൻ എന്നോട് വന്ന് പറഞ്ഞിട്ട് എന്റെ ചങ്ക തകർന്നു പോയി. തിയേറ്ററിൽ കൊണ്ടുപോയാ? സിനിമാ തിയേറ്ററിൽ കൊണ്ടേക്കുന്ന എന്റെ ഭാര്യയെ. സിനിമാ തിയേറ്ററിൽ പോയാ നിങ്ങള്? മന്ദു, എല്ലാ കാര്യവും എന്നോട് തുറന്നു പറയുന്നല്ലേ. മന്ദു, എന്താ എന്നോട് പറയാഞ്ഞത്? മന്ദു, ഞാൻ പറയുന്നത് ഒരു അഭിനേതാവിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സിനിമ. ചുമ്മാ സിനിമയിൽ ചെന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് കിട്ടോ? അപ്പൊ സിനിമ എന്താണെന്ന് പഠിക്കണം. ആ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ ഭാര്യയുമായിട്ട് രാത്രി 12 മണിക്ക് കോർണർ സീറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ പോപ്കോൺ കഴിച്ചത്. സിനിമ പഠിക്കുകയായിരുന്നു ഞങ്ങൾ. നിനക്ക് പഠിക്കാനാണോ ഞാൻ എന്റെ ഭാര്യ ഓഫീസിലോട്ട് വിടുന്നത്? വ്യാഖ്യാനിക്കരുത് സുഹൃത്തെ, നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. ചുമ്മാ വ്യാഖ്യാനിക്കരുത്. ഞാൻ വ്യാഖ്യാനിക്കും. ഞാൻ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ എന്റെ ഭാര്യ ഇരുന്ന് ഓക്കാനിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. എന്തിനാണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദുർവ്യാഖ്യാനം പറയല്ലേ. ആ കേസ് വിട്. ആ വിട്ടു. ഇവൻ അയച്ചേക്കുന്ന മെസ്സേജ് കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോ. എന്ത് മെസ്സേജ്? ഏത് ഡ്രസ്സാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്? ചേട്ടൻ കണ്ടുകൂടെ, ഞാൻ സാരിയല്ലേ ഉടുത്തേക്കുന്നത്. അതല്ലെന്ന്. ഞാൻ രാത്രി 12 മണിക്ക് എന്റെ ഭാര്യക്ക് അയച്ചേക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? ഇത് ഏത് നാടകത്തിന്റെ ഡയലോഗാണ്? നാടകത്തിലെ കോസ്റ്റ്യൂം ഏത് ഡ്രസ്സാണെന്നാണ് ഞാൻ ചോദിച്ചത്. കണ്ടാ? അതാ ചോദിച്ചത്. നാടകത്തിലെ കാര്യമാ ചോദിച്ചത്. നല്ല തണുപ്പുണ്ടല്ലോ. അയ്യോ, ഇവിടെ എന്താന്നറിയോ? ഓടല്ലേ, അതുകൊണ്ട് നല്ല തണുപ്പാ. ഇവിടെ നല്ല തണുപ്പല്ലെന്നല്ല, പിന്നെ അവിടെ തണുപ്പുണ്ടോ? ഞാൻ എന്റെ അടുത്ത് വന്നാൽ ചൂടാക്കി തരാം. ഇവൻ ആരാ? ഹീറ്ററാണോ? ഇവൻ ഹീറ്ററാണോ? ഇതിന് മാത്രം ചൂട് നിങ്ങൾക്ക് എവിടെ ഇരിക്കുന്നു? എവിടെന്നാ ചൂട് കൊടുക്കുക? പറ. മന്ദു, ഞാൻ പറയുന്നത് കേക്ക് മന്ദു. നാടകം കഴിയുമ്പോ എത്ര മണിയാവും? രാത്രി 12, 1 മണി, 2 മണിയാവും. നഗരമഞ്ചിന്റെ തണുപ്പില്ലേ, അതുകൊണ്ടാണ് തണുപ്പുണ്ടോ എന്ന് ചോദിച്ചത്. കിടുകിടാന്ന് വിറക്കുന്ന സുസ്മിതയ്ക്ക് ചൂടാക്കി കൊടുക്കാൻ ഒരു കട്ടൻ കാപ്പി വാങ്ങി തരട്ടെ എന്നല്ലേ ഞാൻ ചോദിച്ചത്. ചേട്ടാ, മകരമഞ്ഞിന് ഭയങ്കര തണുപ്പാ ചേട്ടാ. ചായ കൊടുക്കട്ടെ അപ്പം? നാടക ഡയലോഗ് അല്ലേ? ആ. മറ്റവൻ ഉറങ്ങിയോ? അയ്യോ, ഇന്ന് കൊച്ചു നേരത്തെ ഉറങ്ങിയേട്ടാ. എനിക്ക് അവനെ കൂടെ പരിചയപ്പെടായിരുന്നു. കൊച്ചിന്റെ കാര്യമല്ലെന്ന്. പിന്നെ മറ്റവൻ ഉറങ്ങിയോന്ന് രാത്രി 12:30 ഞാൻ ഉറങ്ങിയോന്ന് ഇവൻ അറിയണം. ഏതാ ഈ മറ്റവൻ? ഇയാളാണോ മറ്റവൻ? ഇതാരെഴുതുന്ന ഡയലോഗാണ്? ഷേക്സ്പിയർ എഴുതുക ഈ ഡയലോഗ്? ഫ്രാൻസിസ് ടി മാവേലിക്കർ എഴുതുക ഈ ഡയലോഗ്? മറ്റവൻ ഉറങ്ങിയോ? എന്റെ മന്ദു, ഞങ്ങളുടെ അടുത്ത ആനുവൽ ഡേക്ക് കളിക്കുന്ന നാടകത്തിന്റെ പുതിയ നാടകത്തിന്റെ പേരാണ് മറ്റവൻ ഉറങ്ങിയോ. നാടകമാ ചേട്ടാ, മറ്റവൻ ഉറങ്ങിയോ? നല്ല നാടകമാണല്ലോ. അതെ, ഇത് മൊത്തം നാടകമാണല്ലോ. അതെ. എന്തായാലും ഏതൊരു നാടകമാണെങ്കിലും നാടകത്തിനകത്തൊരു വില്ലൻ കാണും. ആ വില്ലൻ ഇവനിട്ട് 2 പൊട്ടിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? എങ്ങനെ? ആ വില്ലൻ ഇവന്റെ പല്ലടിച്ച് തറയിലിടുന്നോണ്ട് കുഴപ്പമുണ്ടോ? പല്ലടിച്ച് തറയിലിടാൻ പാടില്ല. അതെന്താ? അത് പണിയാണ്, അത് പ്രശ്നമാണ്. പല്ലടിച്ച് തറയിലിടരുത്. ആ പല്ല് പിഴുത് കയ്യിൽ എടുത്തിട്ട് ഈ പെരക്ക് ചുറ്റും 3 റൗണ്ട് ഓടണം. വെറുതെ ഓടിയാ പോരാ. കോരപ്പല്ലേ പോ, കീരിപ്പല്ലേ വാ എന്നിങ്ങനെ 3 റൗണ്ട് ഓടിയിട്ട് പിണ്ടിൽ നിന്നിട്ട് ആ പെരപ്പുറത്തേക്ക് ഇടണം. ഇല്ലെങ്കിൽ അട്ടല്ല ഉണ്ടാവണ കൊച്ചിന് കോന്ത്രമ്പല്ലായി പോകും. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ 2 പിള്ളേർക്ക് കോന്ത്രമ്പല്ല. ആണോ? ചേട്ടനിപ്പോ പല്ലിന്റെ കാര്യം പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ലല്ല, ആ. ഇത്രയും പരിപാടിയൊക്കെ ഒപ്പിച്ച ഇവനിട്ട് 2 ഞാൻ പൊട്ടിക്കട്ടെ. എന്റെ ചേട്ടന്റെ ദേഹത്തെങ്ങാനും തൊട്ടാലല്ലോ നിങ്ങൾ വിവരം അറിയും. വിവരം എനിക്ക് എന്റെ ചേട്ടന്റെ 100% വിശ്വാസമാ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനെ വിശ്വാസമില്ലെങ്കിലേ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ നോക്ക്. പോവിടുന്നു എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കാണോടാ നീ? എന്റെ ഭാര്യയുടെ സ്നേഹം കാണണ്ട, നീ അങ്ങനെ കണ്ടു പഠിക്കടാ. ആരാ ഏട്ടാ? BSNL-ന്റെ ഒരു കോളാ. നീ വിളിച്ച് പറ. എന്താ? ഒന്നുമില്ല. നോക്കട്ടെ. ആരത്? ഇത് BSNL-ന്നല്ലല്ലോ, ഇത് സുസ്മിതയാണല്ലോ. സ്പീക്കർ ഫോൺ ഇട്. ആ, സ്പീക്കറിലിട്ട് പറ. എന്താന്ന് വെച്ചാ കാര്യം പറ. ഇയാൾ മനസ്സിലാക്കട്ടെ. ഹലോ. ഹലോ, ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചേ. ഞാൻ അങ്ങോട്ട് ഫ്രീ ആവുമ്പോ വിളിച്ചോളാം, നമുക്ക് പിന്നെ സംസാരിക്കും. പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. പറ. അതെ, എന്റെ ഭർത്താവ് നമ്മൾ തമ്മിലുള്ള ചാറ്റൊക്കെ പൊക്കി ആ ചാറ്റും പിടിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം നാടകമാണെന്നാണ് ഞാൻ പറഞ്ഞേക്കണേട്ടാ. അത് പറയാറുന്നില്ല. ചേട്ടനും അങ്ങനെ പറഞ്ഞാ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്. അന്ന് നമ്മൾ ഊട്ടി പോയതും റൂം എടുത്തതും ഒരുമിച്ച് താമസിച്ചതും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കയ്യോടെ പൊക്കാണെങ്കിൽ അതും കൂടി നാടകമാണെന്ന് അങ്ങ് പറഞ്ഞേക്ക്. ഓക്കെ. നന്ദു, കണ്ടില്ലേ, നാടകമാണ്.
ഇനി ഇവനിട്ട് ഞാൻ 2 പൊട്ടിയിട്ട് പൊട്ടിക്കട്ടെ. പൊട്ടിക്കരുത് ചേട്ടാ, പൊട്ടിക്കരുത് അവള് സമ്മതിക്കൂലടാ, അതാണ് സ്നേഹം. ചേട്ടാ. പൊട്ടിക്കല്ലേ, ഇയാളെ തല്ലി കൊല്ലി ചേട്ടാ. പിന്നെ ബന്ധു